ബാക്ക് ടു അമൃത വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് പുറത്തു പോകുന്നൊരു വീഡിയോ ആട്ടോ. അപ്പോൾ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിവിടെ അടുത്താണോ എന്ന് വെച്ചാൽ അടുത്താണ്, പക്ഷെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അജാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ പോകുന്ന റൂട്ട് സൂപ്പറാണ്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ അവിടെ മാത്രമല്ലാണ്ട് ബീച്ചിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് പോയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്തായാലും കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്ന് കറക്റ്റ് ഒരു സണ്ണി ഡേ ആട്ടോ, കറക്റ്റ് ഒരു സമ്മറാണ്. അപ്പോൾ എന്തായാലും രാത്രി 9-9:30 ആകുമ്പോഴേ സൺസെറ്റ് ഉണ്ടാവുള്ളൂ. മഴ സമയം അല്ലാത്തതുകൊണ്ട് നേരത്തെ വെയിൽ പോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ ഇപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. 6 മണിക്കുള്ളിൽ ഇറങ്ങാം. കാരണം വെയിൽ പോണയ്ക്ക് മുന്നേ ഇറങ്ങിയാൽ നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ സമ്മറും കൂടി ആയതുകൊണ്ട് കുറേ കാണിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ പെട്ടെന്നിട്ടൊരു പ്ലാനായിരുന്നു കേട്ടോ പോകാനായിട്ട്. അപ്പോൾ ആകെ മൊത്തം റഷായിരുന്നു. അപ്പോൾ കിട്ടിയൊരു ഡ്രസ്സ് എടുത്തിട്ടു. ആദ്യം ചൂസ് ചെയ്തൊന്നും അല്ല ഇട്ടത്. അപ്പോൾ അങ്ങനെ ഫൈനലി റെഡി ആയി കഴിഞ്ഞു. ഞാനൊരു സിമ്പിൾ ബ്ലാക്ക് ഡ്രസ്സ്, ഒരു ചെറിയൊരു മാലയും സിമ്പിൾ മേക്കപ്പ് ഒക്കെയാണ്, പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ലേറ്റ് ആയി. അപ്പോൾ എനിക്ക് റെഡി ആവാനായിട്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ആകെ മൊത്തം ഭയങ്കര റഷായിരുന്നു. പെട്ടെന്ന് കുളിച്ചിറങ്ങി പെട്ടെന്ന് ഡ്രസ്സ് മാറി. അപ്പോൾ മൊത്തത്തിൽ റഷായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാൻ വൈകാണ്ട്. നമ്മൾ പിന്നെ വലിയൊരു ട്രിപ്പൊന്നും അല്ലാട്ടോ പോകുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഒരു നല്ല ഡ്രൈവ് ആവട്ടെ എന്ന് വെച്ചിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങി അജാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 7 മണി എന്തോ ആയിരുന്നു തോന്നുന്നു ഇപ്പോൾ തന്നെ. എനിക്കൊന്ന് 8 മണിയാകുമ്പോൾ സൺസെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ അറിയില്ല. ബട്ട് എന്തായാലും ഞാൻ മാക്സിമം നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കാം. ഇപ്പം എന്തായാലും നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടുമാണ് പുറത്ത്. ഞാനാണെങ്കിൽ ബ്ലാക്കാണ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോവാം. അങ്ങനെ ഹൈവേ വഴിയാണ് നമ്മൾ നോർത്ത് യോർക്കിലോട്ട് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി കാണാൻ സൂപ്പറാണ്. ഫസ്റ്റ് നമ്മൾ കുറച്ച് റെസിഡൻഷ്യൽ ഏരിയ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഫുൾ മരങ്ങളാണ് സമ്മർ ആയതുകൊണ്ട്. വിൻ്റർ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം പോകും, ഗ്രീനറി ഒക്കെ പോകും. അതുകൊണ്ടാണ് സമ്മറിന് വെതറും സൂപ്പർ, കാണാനും നല്ല ഭംഗിയായതുകൊണ്ട് എല്ലാവരും ട്രിപ്പിന് ഇറങ്ങണത്. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കാണാനായിട്ടാണെങ്കിലും. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ അതുകൊണ്ട് ഷെയർ ചെയ്യണേ കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഈ റോഡൊക്കെ നിങ്ങളെ കുറേ തവണ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ വഴിയിലുള്ള റോഡ് സൈഡാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ നോർത്ത് യോർക്കിലെത്തി. ഒരു സാധനം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അജാറ്റ്സിൽ പോകണം, എന്നിട്ട് ബീച്ചിൽ പോകണം. പക്ഷെ എനിക്ക് തോന്നുന്നുള്ള ബീച്ച് നടക്കുമെന്ന്. ഞാൻ ഇത്ര ഒരുങ്ങി വന്നിട്ട് നല്ല ജീൻസും ടോപ്പും എന്തെങ്കിലും എടുത്തിട്ടാൽ മതിയായിരുന്നു, വെറുതെ ഇതെടുത്തു. പക്ഷെ കുഴപ്പമില്ല, സമ്മർ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും. കാരണം ഇപ്പം തന്നെ ഇരുട്ടും. ബീച്ച് എത്തുമ്പോഴത്തേക്ക് എന്തായാലും നല്ലപോലെ ഇരുട്ടും. പിന്നെ ഇപ്പം എന്ത് കാണിക്കാനാണ്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ എന്തായാലും അവിടം വരെ പോകുന്നതൊക്കെ ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം മാക്സിമം. പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ കരിവാളിക്കണ വെയിലാട്ടോ, ലൈക്ക് പൊട്ട വെയില, നല്ല വെയിലല്ല കൊള്ളാനായിട്ട്. പക്ഷെ നമുക്കിവിടെ സമ്മർ ആകുമ്പോഴത്തേക്കും എക്സ്ട്രീം സമ്മറാണ്. അപ്പോൾ നല്ല ചൂടും നല്ല സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കേസ് പോക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സമയം രാത്രി 7:30 ഇപ്പോഴും കണ്ടോ നല്ല വെയിലുണ്ട്. ഇങ്ങനെ 9 മണി വരെ ഉണ്ടാവും. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് നമ്മൾ വീണ്ടും ഹൈവേ എല്ലാം കയറി ഇറങ്ങി അജാറ്റ്സിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ സാധനം മേടിക്കാനാണ് ഫസ്റ്റ് അജാറ്റ്സിൽ പോകണം കേട്ടോ, അല്ലാണ്ട് ബീച്ചിലോട്ടല്ല പോണേ. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള പരിപാടീസൊക്കെ. നമ്മളങ്ങനെ ഫൈനലി അജാറ്റ്സിൽ എത്തിയിട്ടോ. പക്ഷേ ഇപ്പം തന്നെ ഇരുട്ടും. അപ്പോൾ ബീച്ചിൽ പോണ കേസ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ സാധനം അടുത്ത 2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നോർത്ത് യോർക്ക്, ഒരെണ്ണം അജാറ്റ്സിലായിരുന്നു. അപ്പോൾ നോർത്ത് യോർക്കിൽ കഴിഞ്ഞപ്പോൾ നമ്മൾ അജാറ്റ്സിൽ വീടിൻ്റെ മുമ്പിലെത്തി മേടിക്കാനായിട്ട്. പക്ഷേ ഇനി എന്താ പ്ലാനെന്ന് അറിയില്ല. മിക്കതും തിരിച്ച് വീട്ടിലോട്ടായിരിക്കും പോണത്. ചിലപ്പോൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പിന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ഉച്ചയ്ക്ക് 1 മണിക്കാണ് ചോറ് കഴിച്ചത്. പിന്നെ ഇപ്പോൾ ഇവിടെ സമയം രാത്രി 8 മണി. ഈ ഒരു 1 മണി തൊട്ട് 8 മണി വരെ ഗ്യാപ്പിൽ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായതുകൊണ്ട് കൊക്കോ എന്ന് പറഞ്ഞൊരു കടയിൽ നമ്മളൊരു ബബിൾ ടീ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിട്ടോ. പക്ഷേ എൻ്റെ ഡ്രിങ്ക് തീരെ കൊള്ളൂല. ഞാനത് പിന്നീട് പറയുന്നുണ്ട് എൻ്റെ ഈ വീഡിയോയിൽ തന്നെ.
നമ്മൾ കൊക്കോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാണ് ബബിൾ ടീ കുടിക്കാനായിട്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാംഗോ സ്ലഷും പിന്നെ അതേപോലെ വേറെ എന്തോ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുടിച്ചിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകാം. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്തുള്ളൊരു ബീച്ചിലോട്ടാണ് പോകുന്നത്. എനിക്ക് പേരറിയില്ല കേട്ടോ പോയ ബീച്ച് ഏതാ. കാരണം ഐറ്റാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അധികം അങ്ങനെ പോയിട്ടില്ല. അപ്പം ഞാൻ പോയ ബീച്ച് ഏതാണെന്നും എനിക്കറിയത്തില്ല. കാരണം എൻ്റെ ഫോണിലല്ല മാപ്പ് ഇട്ടത് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയ ബീച്ചാണ്, സൂപ്പറാണ്. പക്ഷേ സൺ ഒക്കെ പോയിട്ടോ, കുറച്ച് ഇരുട്ടി കഴിഞ്ഞിട്ടാണ്. നമ്മൾ അടുത്തുള്ളൊരു ബീച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം തന്നെ ഇരുട്ടായി തുടങ്ങി. ലൈക്ക് ഭയങ്കര ഇരുട്ടായിട്ടില്ല, ബട്ട് ഇരുട്ടായി തുടങ്ങി. അപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് പുറത്തുനിന്ന് നടന്നിട്ട് വീട്ടിൽ പോവാം. ഞാൻ ഓർഡർ ചെയ്ത സാധനം തീരെ കൊള്ളൂലായിരുന്നു കേട്ടോ. ലൈക്ക് റിയൽ ഫ്രൂട്ട് ബബിൾ ടീന്ന് ഞാൻ ഓർഡർ ചെയ്യാറ് മാംഗോ ഡയമണ്ട് സ്ലഷ്. അത് സൂപ്പറാണ്, പക്ഷെ ഇവിടുത്തെ തീരെ കൊള്ളൂലായിരുന്നു. നാട്ടിലെ പോലെ ബീച്ചിൻ്റെ വൈബൊന്നും കിട്ടൂല, എന്നാൽ പോലും കുറച്ച് ബീച്ചിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് ഇരുട്ടിയതുകൊണ്ടാണ് അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റാണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ലൈഫ് ഗാർഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഓൺ റിസ്കിൽ നമ്മൾ ഇറങ്ങാൻ ഇരുട്ടിയതുകൊണ്ടായിരിക്കും. പക്ഷെ നമുക്കിതിൽ ഇറങ്ങി കളിക്കാൻ സ്വിം ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അല്ലാതെ ഇറങ്ങാൻ പാടില്ലാത്ത ബീച്ചൊന്നും അല്ല. നമ്മളപ്പോൾ ബീച്ചിൽ വന്നേക്കുവാണ്. ഇത് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും, പക്ഷേ ഇപ്പോൾ ലൈഫ് ഗാർഡൊന്നുമില്ല. എൻ്റെ ഒന്നും ഇരുത്തിയതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മളോൺ റിസ്കിൽ ഇറങ്ങാം. ഇത് അല്ല, പക്ഷെ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് ചെറുതായിട്ട് ഷിവറിങ്ങുണ്ട്. പക്ഷേ സൂപ്പർ, നല്ല രസമുണ്ട്. ഷൂസൊക്കെ ഇട്ടതുകൊണ്ട് തീരെ ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാല് വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കായിരുന്നു. നമ്മളപ്പോൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞു. അധികം അങ്ങനെ നടന്നൊന്നുമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറേ ഇരുട്ടി. പിന്നെ ആ അറ്റത്ത് അങ്ങോട്ട് കുറേ നടന്നാൽ നല്ല കൊതുവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് മാത്രമേ നിന്നുള്ളൂ. പിന്നെ എനിക്ക് ഇറങ്ങാനും പറ്റിയില്ല, കാരണം ചെരുപ്പൊന്നുമില്ല. അതുകൊണ്ട് ശോകമായിരിക്കും. ഷൂസ് ഇട്ട് ഇറങ്ങിയാൽ പിന്നെ നല്ല ശോകമായിരിക്കും. അപ്പോൾ ഇതുവരെ പ്ലാൻ തിരിച്ച് വീട്ടിൽ പോകാനാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അപ്പോൾ ബീച്ച് കഴിഞ്ഞ് തിരിച്ച് നമ്മളപ്പോൾ വീട്ടിൽ പോണ സമയത്ത് വിചാരിച്ചു കാർ ഒന്ന് വാഷ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് കാർ വാഷ് ഞാൻ കാണിക്കാം. എൻ്റെ ഫസ്റ്റ് ടൈം ഒന്നുമല്ല, ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. എനിക്ക് നമ്മൾ കാറിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഇവിടുത്തെ കാർ വാഷ് സൂപ്പറാണ്. നമ്മൾ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് നമ്മളിത് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അല്ലാണ്ട് ഇനി വേറെ സ്ഥലത്ത് പോവുകയൊന്നുമില്ല. വീട്ടിൽ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നില്ല. ഞാൻ കാർ വാഷ് ചെയ്യുന്ന വേറൊരു വീഡിയോ വേറൊരു ടൈമിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ കാർ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് സംഭവം എന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് കൃത്യം എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷോർട്സ് പോലെ എടുത്തിട്ട് ഒന്ന് കാർ വാഷിന് പോകുമ്പോൾ അത് മാത്രം വീഡിയോ ആക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ എന്തായാലും നമ്മൾ വാക്സ് എന്ന് പറഞ്ഞ എന്തോ ഒരു ഇതാണ് ചെയ്തത്. പല പല ടൈപ്പ് ഉണ്ട്. പക്ഷെ കാറ് നന്നായിട്ട് ക്ലീൻ ആയിട്ടോ, അടിപൊളിയായിരുന്നു പുറമേ നിന്ന് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ചെറിയൊരു പുറത്തു പോയാൽ ഈവനിങ് വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കാനില്ല. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും കുറച്ച് ചിക്കൻ സോയ ചങ്ക്സ് കൂടെ മിക്സ് ചെയ്തൊരു റോസ്റ്റ് പോലെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായി. കുക്കുംബറും കുറച്ച് ചോറും കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയായിരുന്നു ഇന്ന്. അപ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തതാട്ടോ. ഇന്നപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോൻ്റെ തുടക്കം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച്
കുറച്ച് ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തോട്ട് പോയി. അപ്പോൾ നമ്മൾ ആ വഴി ബീച്ചിലും പിന്നെ നമ്മൾ ഒക്കെ വന്ന് പിന്നെ ഇതേപ്പോൾ തിരിച്ച് വന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയും സോയ ചങ്ക്സ് കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കണയാണ്. അപ്പോൾ ഇനി ഉറങ്ങാൻ പോവുകയാണ്. ഇവിടെ രാത്രിയായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് വെറുതെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. അതാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടണമായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.